pretty happy to see the crowd back. The kind of energy the crowd is having is amazing. രണ്ട് ദിവസമായിട്ട് നമ്മൾ എ ഐയുടെ മുകളിലുള്ള ഡിഫറെൻറ്റ് വേർട്ടിക്കൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അവർ ടോപ്പിക് ഇസ് ഓൾസോ the thing we are also going to discuss on AI, especially ഡിഫറെൻറ്റ് ഡൊമൈൻസിൽ എ ഐ എങ്ങനെയാണ് കൺവേർജ് ചെയ്യുന്നത്. അതുപോലെ എ ഐ ദി ക്രോസ് റോഡ് നമ്മൾ പറയുമ്പം എ ഐ ഇപ്പോൾ ഒരു നാലുംകൂടി ജംഗ്ഷനിലാണെന്ന് വിചാരിക്കും. അവിടുന്ന് പല വഴിക്ക് വേണമെങ്കിൽ എ ഐക്ക് പോവാം. അവിടുന്ന് ഏതൊക്കെ വഴിയിൽ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. So before that, why don't we start with a self-intro of yourself and then tell us what you guys are building and how AI is being leveraged in what you're building. Hey, okay. എൻ്റെ പേര് ആബിദ്. ഞാൻ ഇപ്പോൾ സ്കൂപ്പ് എ ഐ എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എ ഐ ബേസ്ഡ് ഏജൻസി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഞാൻ ട്രൂ കോളർ ആൻഡ് അക്കാഡമി, സെസ്മണി അങ്ങനെയുള്ള കുറച്ച് കമ്പനികളിൽ പ്രൊഡക്റ്റും ടെക്കും ലീഡ് ചെയ്യാണ്. ഞാൻ ടിങ്കർ ഹബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ കോ ഫൗണ്ടറാണ്. സോ ദറ്റ്സ് മൈ ബാക്ക്ഗ്രൗണ്ട്. വി മെയിൻലി യൂസ് എ ഐ ടു ഓട്ടോമേറ്റ് എ ലോട്ട് ഓഫ് ഹ്യൂമൻ ടാസ്ക് ഇൻ ഇൻഫ്ലുവൻസർ കൊളാബറേഷൻ. ഒരു ക്രിയേറ്ററുമായിട്ട് ആൾക്കാർക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5 to 10 ദിവസം എടുക്കും ഒരു ക്രിയേറ്ററിനെ ക്ലോസ് ചെയ്യാൻ. ദാറ്റ് ക്യാൻ ബി ഡൺ ഇൻ 5 minutes. ദാറ്റ്സ് ബ്രീഫ്ലി ദാറ്റ് വാട്ട് വി ആർ ഡൂയിങ് റൈറ്റ് നൗ. ഹലോ, ഷിഹാബ് മേച്ചേരി. ഏർനാട് നോളജ് സിറ്റി എന്ന ഒരു എഡ്യൂക്കേഷൻ ക്യാമ്പസ് ഞങ്ങളുടെ കുറേ സ്റ്റുഡൻസിനെ ഇവിടെ മീറ്റ് ചെയ്തു. ഏർനാട് നോളജ് സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കോളേജ് ഓഫ് ആർക്കിടെക്ചർ, ഒരു കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് സയൻസസ്, അതേപോലെ തന്നെ മലബാർ അക്കാഡമിക് സിറ്റി എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് എടപ്പാളിലുള്ള മലബാർ ഡെൻ്റൽ കോളേജ്, മലബാർ കോളേജ് ഓഫ് ഫാർമസി, മലബാർ കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് സയൻസ്. ഈ ഒരു 2 ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും CEO ആണ്. ബാക്കി കൂടുതൽ സംസാരിക്കാം. ഹായ്, ഞാൻ ഇബ്നു ജല, ഫിൻകോ വേഴ്സിറ്റീൻ്റെ CEO ആണ്. കോഴിക്കോടാണ് ഓഫീസ്. So ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. So you guys are all using AI ഉണ്ട്. So ഇപ്പോൾ the current pace at which AI has been commercialized, നമ്മുടെ ഇപ്പോൾ അഡോപ്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്, the kind of AI breakthroughs we are having, അത് are you guys comfortable how things are going, the societal reaction to it? എന്താണ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക്? ചോദിച്ചത് എ ഐ വന്നുകൊണ്ടിരിക്കുന്നത് കംഫർട്ടബിൾ ആണോ എന്നല്ലേ? അതെ, എ ഐയിലുള്ള ഒരു സ്പീഡ്, ഇത്ര സ്പീഡിൽ നമ്മൾ, കാരണം ചില സാധനങ്ങൾ അത്ര മെച്ചുവർ ആവാതെ ഇമ്മച്ചുവർ ആയിട്ട് തന്നെ ചിലപ്പോൾ അഡോപ്ഷനിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു കൺസേൺ ഉണ്ടോ? എനിക്ക് ക്ലിയർ ആയില്ല. എയുടെ അഡോപ്ഷൻ്റെ സ്പീഡ്. ഓക്കെ, ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് കാലം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിയും അതിൻ്റെ ഡെവലപ്മെൻറ്റ് എല്ലാ കാലഘട്ടത്തിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ടെക്നോളജിയിൽ മാത്രമല്ല, എല്ലാ രീതിയിലും. ഇപ്പോൾ പണ്ട് കാളവണ്ടിയിൽ നിന്ന് ചെയ്ത് മോട്ടോർ വെഹിക്കിളിലേക്ക് മാറി, ഇതുപോലുള്ള ഒരു മാറ്റം തന്നെയാണ് ഈ വരുന്നത്. പക്ഷേ കാലം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് അതിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ നമ്മൾ ഒരുപാട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഒന്നും കൂടി നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എൻ്റെ സംശയം കൂടിയാണ്, ഞാൻ ചോദ്യം ചോദിക്കേണ്ട ആളല്ല. എന്നാലും എ ഐക്കൊരു ഓവർ ഹൈപ്പ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മളിത് വന്നപ്പോൾ ഇപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ കുറേ ഡിസ്കഷൻസാണ്. എ ഐ എല്ലാം റീപ്ലേസ് ചെയ്യും, ഹ്യൂമന് ജോബ് ഉണ്ടാവില്ല എന്നുള്ള ഒരുപാട് ഡിസ്കഷൻസാണ് വരുന്നത്. പക്ഷേ ഇത് നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട്, എനിക്ക് തോന്നുന്നു 1980 കേരളത്തിലെ എല്ലാ ബാങ്കും അടച്ചിട്ട് സമരം നടത്തുന്നത്, ഞങ്ങളെ ബാങ്കിൽ കമ്പ്യൂട്ടർ കയറ്റാൻ അനുവദിക്കില്ല എന്നുള്ളത്. ഇന്ന് അതിന് ശേഷം ഒരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ബാങ്കുകൾ പൂർണ്ണമായി കമ്പ്യൂട്ടർ വൽക്കരിച്ചു എന്ന് പറഞ്ഞാൽ പരസ്യം ചെയ്ത ബാങ്കുകൾ. ഇതേപോലെ തന്നെയുള്ള ടെക്നോളജി മാത്രമാണ് എ ഐ എന്ന് എൻ്റെ ഒരു തോന്നലതാണ്. ഇതിനൊരു ഓവർ ഹൈപ്പായിട്ടാണ് നമുക്ക് ഇത്രയൊക്കെ തോന്നുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ടെക്നോളജി എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ കമ്പ്യൂട്ടർ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വന്ന സമയത്ത് തന്നെ ഇതേപോലെ എ ഐയും ഇപ്പം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചെയ്യുന്നുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രം. അതിന് അഡോപ്ഷൻ സ്പീഡും ചോദിച്ച പോലെ നന്നായിട്ട് കൂടുതലാണ്. കാരണം മുമ്പ് ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒരു യൂസേഴ്സിലേക്ക് എത്താൻ സമയങ്ങൾ എടുക്കുമായിരുന്നു. ഇപ്പം എനിക്ക് റേഡിയോ ഒക്കെ 1 മില്യൺ യൂസേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി അറൗണ്ട് 30 years എടുത്തിട്ടുണ്ട്. അതേസമയത്ത് ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മുടെ ലാസ്റ്റ് വന്ന ത്രെഡ്സാണെന്ന് തോന്നുന്നത് ഏകദേശം 2 days കൊണ്ട് 10 മില്യണിലേക്ക് എത്തി. ആ ഒരു സ്പീഡ് ഇന്നത്തെ ടെക്നോളജി കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് തന്നെയാണ് എ ഐയിൽ വരുന്നത്. എ ഐ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, പോകുന്നില്ല. ഒരു കംപ്ലീറ്റ് ഒരു ഹ്യൂമനെ റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ജോബ് പോകാനൊന്നും പോകുന്നില്ല. ഇത് പോകുമാർക്കാണ്. അതിപ്പം എല്ലാ കാലഘട്ടത്തിലും ജോബ് ഒരു ഭാഗത്ത് ജോബ് ഇല്ലാത്ത കുറേ ആൾക്കാർ, മറുഭാഗത്ത് കമ്പനികൾക്ക്
നല്ല കാൻഡിഡേറ്റ് ഇല്ല, നല്ല എംപ്ലോയീസ് ഇല്ല എന്നുള്ളത്. അവിടെ ഒരു സ്കിൽ ഗ്യാപ്പാണ് ഞാൻ കാണുന്നത്. ഇന്നും ആ ഗ്യാപ്പ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ AI പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചെന്തായിരിക്കും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കൂടാൻ വേണ്ടി പോകുന്നത്. AI എന്നല്ല, ഏത് ടെക്നോളജി ആണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ച് എന്താണ് നന്നായിട്ട് ഓപ്പർച്യൂണിറ്റി കൂടെ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിഹാബ്, സിൻസ് യു ആർ വർക്കിംഗ് എഡ്യൂക്കേഷൻ ടെക്കിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്ത കുറച്ച് ടോപ്പിക്കും അതായിരുന്നു എഡ്യൂക്കേഷനിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻസ് എന്നാന്നുള്ളത്. സോ ഇപ്പോഴത്തെ കുട്ടികൾ AI മൂലം ഉണ്ടാകുന്നവരുടെ ലേണിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ ആസ് എൻ എഡ്യൂക്കേറ്റർ AI എങ്ങനെയാണ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഈ രണ്ട് രീതിയിൽ നമ്മൾ കാണണം. ഒന്ന്, ഒരു യൂസറിൻ്റെ പേഴ്സ്പെക്റ്റീവ്. സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് ഒരു യൂസർ എന്നുള്ള രീതിയിൽ. രണ്ടാമത്തത് ഇതിൻ്റെ AI-ൻ്റെ ടെക്നോളജി ക്രിയേറ്റർ. അപ്പോൾ സ്റ്റുഡൻസിന് ഈ രണ്ട് സ്കോപ്പും ഉണ്ട്. ഇവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ഭാഗത്തു നിന്ന് പറയുമ്പോഴും സ്റ്റുഡൻസ് ഇത് യൂസ് ചെയ്യുന്നത് ആസ് എ യൂസറാണ് കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ നോട്ട്ബുക്ക് നോട്ടിൻ്റെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ പവർ പോയിൻ്റ് പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡാറ്റയുടെ അനാലിസിസിനായിരിക്കും യൂസ് ചെയ്യുക. അതേസമയം ഇതിൻ്റെ ഒരു ടെക്നോളജി പാർട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഈ AI ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്, BTech പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോഴ്സുണ്ട്. അത് CSBS എന്നാണ്, BTech പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നേരത്തെ ഇവിടെ ഇബിന് പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൻ്റെ ആ ആപ്ലിക്കേഷൻ യഥാർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ ബിസിനസ് സിസ്റ്റത്തിലാണ്. ബിസിനസ് എല്ലാ മേഖലയിലും ഉണ്ടെങ്കിലും ഈ ബിസിനസ് സിസ്റ്റത്തിൽ നമുക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതിനാണ് ഈ കോഴ്സ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തന്നെ. കാരണം ഇതിൽ ഒന്ന് ഡാറ്റ വെച്ചിട്ട് എങ്ങനെ ബിസിനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യുക, നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ പൊതുവേ ഞാൻ ഇതിനൊരു ക്രിറ്റിസിസം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഈസി ആയിട്ട് പല അസൈൻമെൻറ്റ്സും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നോർമൽ കോമൺ സെൻസ് തീരെ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് AI സ്മാർട്ടായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്മാർട്ടായിട്ടുള്ള സ്റ്റുഡൻസ് വളരെ സ്മാർട്ടാവും. അതല്ല, AI നമ്മളൊരു ലേസി ആയിട്ട് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ കൂടുതൽ ലേസിനെസ് അതിലേക്ക് ആ സ്റ്റുഡൻസിന് ഒരു ലേസി ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറായിരിക്കും ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. സോ അതൊരു കൺസേൺ ആയിട്ടാണ് അല്ലെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് പറയുന്നത്? അതൊരു കൺസേൺ തന്നെയാണ്. കാരണം നമ്മളുടെ ഒരു സിൻസിയറിറ്റി ഓരോ ആക്ടിവിറ്റിയിലും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, നന്നായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളുടെ സ്കില്ല്, പല സ്കില്ലുകളും പ്രത്യേകിച്ച് ബ്രെയിൻ സ്റ്റോമിങ് സ്കില്ല് നന്നായിട്ട് കുറയാനാണ് സാധ്യത. So Abid, we just heard two passionate builders kind of talking about എങ്ങനെയാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി AI കാരണം കൂടിയ എന്നുള്ളത്. And you are also someone who builds thing using AI, right? So is AI, the artificial intelligence, giving the youth in Kerala more opportunity to build? അങ്ങനെയാണോ, അല്ലെങ്കിൽ is it kind of making them, അവരുടെ ഒരു നമുക്കുണ്ടായിരുന്ന ടെക്നോളജി മോട്ട് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി സ്കില്ലായിരുന്നല്ലോ, ആ ടെക്നോളജി മോട്ടുള്ള ആൾക്കാർ അത് ഡിസഡ്വാൻറ്റേജിലേക്കാണോ കൊണ്ടുവന്നത്? ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു സാധനം പറയണം. ഈ ഓൾമോസ്റ്റ് എല്ലാ സെഷൻസും ഞാൻ ഇപ്പോൾ ഒരു 3-4 സെഷൻ കേട്ടു. ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ ജ്യോതിഷം അറിയുക അല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. No one knows anything about it, right? This is usually happens on when something is changing drastically. ഇപ്പം ഏറ്റവും കുറവ് നിങ്ങൾക്ക് ഒരു സാധനത്തെക്കുറിച്ച് അറിയുമെങ്കിൽ ഏറ്റവും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അത്, റൈറ്റ്? ഒരു 10ാം ക്ലാസ്സിൽ ഒരു പയ്യനോട് ചോദിച്ചു നോക്ക് ആറ്റം എന്താണെന്ന്, അവൻ അടിപൊളി ഒരു ഡെഫിനിഷൻ പറഞ്ഞു തരും. അവൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരു സയൻറ്റിസ്റ്റിനോട് ചോദിച്ചു നോക്ക്, അയാൾക്കത് ഭയങ്കര പാടായിരിക്കും ഇത് ചെയ്യാൻ പറ്റുക. സോ ഇത് I hear a lot of opinions on this everywhere, but something I strongly believe is no one knows. Like Samuel doesn't know, my dad doesn't know, I doesn't know, no one knows. So what all of you can do is to get insights and build your own assumptions on that. To particularly the question you asked,
is it good for students in Kerala right now? The power of knowledge is there with equal, right? നിങ്ങൾ സിലിക്കൺ വാലിയിലാണോ പെരിന്തൽമണ്ണയിലാണോ പട്ടാമ്പിലാണോ ഡസൻ മാറ്റർ, എവരി വൺ ഹാവ് സെയിം ആക്സസ് ടു നോളജ്. ഇതാണ് ഞാൻ എല്ലാവരുടെ അടുത്ത് നിന്ന് ഇപ്പോൾ കേൾക്കുന്നൊരു വലിയൊരു സാധനം, വിച്ച് ഈസ് ട്രൂ, റൈറ്റ്? ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ ഹ്യൂജ് എലമെൻറ്റ് ഓഫ് ഹൗ മച്ച് യു ക്യാൻ അഫോർഡ് AI. ഇപ്പം ഞാൻ എവറി ഡേ ഉപയോഗിക്കുന്ന AI $200 പെർ മന്ത് അതിന് കാശ് കൊടുക്കണം. ഓൾമോസ്റ്റ് ഇന്ത്യൻ മണീസ് എത്ര 20,000 രൂപയായി. അപ്പം പിള്ളേരെല്ലാവരും വന്നിട്ട് നമ്മളോട് ഇത് ചോദിക്കുമ്പോൾ അവരോട് നമ്മളിങ്ങനെ കുറേ പ്രസംഗിച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക ഇവരുടെ സാലറി ഏകദേശം അവിടെയാണ് കിടക്കുന്നത്. സോ ഇറ്റ്സ് റിയലി ഹാർഡ്. സോ ദർ ഇസ് ഫ്യൂ ചലഞ്ചസ് ലൈക്ക് ദാറ്റ്, ബട്ട് ഇൻ ജനറൽ എവറി വൺ ഹാവ് ആക്സസ് ടു സ്റ്റഫ് ടു ബിൽഡ് ഇഫ് യു വാണ്ട് ടു ടെൽ. ബട്ട് you have to know that everyone have the access to build it, right? And എൻ്റെ ഉമ്മച്ചിയോട് ഞാൻ കുറേ സാധനം ബിൽഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. You can just give her voice notes and she can build stuff. Then what is your differentiator? What is your advantage over everyone else? That's a huge question, right? Only one thing matters to me right now is, do you have a taste for good product? ഇപ്പോൾ നിങ്ങൾ എന്തുണ്ടാക്കുകയാണെങ്കിലും, കമ്പനി ഉണ്ടാക്കുകയാണ്, കച്ചവടം ഉണ്ടാക്കുകയാണ്, കോളേജ് തുടങ്ങുകയാണ്, ഡിസൈൻ ചെയ്യുകയാണ്, പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ്, ആപ്പ് ഉണ്ടാക്കുകയാണ്, ഡു യു ഹാവ് ടേസ്റ്റ് ഫോർ ഗുഡ്? എവറിത്തിങ് എൽസ് ഈസ് കമ്മോട്ടൈസ്ഡ്, നോളജ് ഈസ് കമ്മോട്ടൈസ്ഡ്. ലൈക്ക് ഒരാൾ ന്യൂറോ സയൻസിൽ ഒരു 5 വർഷം പഠിച്ച നോളജ് I can get it from ChatGPT. Maybe not PhD level, but mostly whatever is the documented knowledge is commoditized. So one of the things to develop, and everyone who is in college or want to develop something, learn about how you develop taste. That's the only thing. There is definitely opportunities, but I see the challenge is people not having the taste. So you're saying if you have passion, if you have that aptitude, probably you are in the good place to be. Taste is basically knowing what is good. Like, can you build good? Yeah. Right. Okay. So നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രാക്ക് മാറ്റാം. ഇപ്പം യു സെഡ് നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് പറയുകയാണെങ്കിൽ ജ്യോതിഷം വേണമെന്ന് പറഞ്ഞു. നമുക്കൊന്ന് പഴയ കാലത്തേക്ക് പോകാം. നമ്മളിപ്പോൾ പണ്ട് കോമിക്സും സയൻസ് ഫിക്ഷനും ഒക്കെ കണ്ട കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അന്ന് ഒരു സയൻസ് ഫിക്ഷൻ അന്ന് തോന്നിയിരുന്ന എന്തെങ്കിലും കാര്യം ബിക്കോസ് ഓഫ് AI ഇപ്പോൾ റിയാലിറ്റി ആയി എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് 35 വയസ്സുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ബാലരമ വായിച്ചു വളർന്ന ജനറേഷനാണ്. അപ്പോൾ 2020 കുറിച്ച് ബാലരമയെ വരുമ്പം എപ്പോഴും ഒരു ഹ്യൂമനോയിഡ്, അഥവാ ഇങ്ങനെ റോബോട്ട്, ഇപ്പോൾ ഇതിൽ കൂടെ നടന്ന റോബോട്ടിനെ പോലെ റോബോട്ട്സിനെ ആയിരുന്നു എല്ലാവരും വരയ്ക്കുക. 2020 ആകുമ്പോഴത്തേനും തട്ടുകടയിൽ റോബോട്ടിൽ നിന്ന് ചായ അടിക്കുന്നു. വിഷ്വലൈസേഷൻ വാസ് എവരിവെയർ. ബട്ട് ദ തിങ് വിത്ത് ഇന്നോവേഷൻ ഈസ് യു കാൻ നെവർ പ്രെഡിക്റ്റ് ദാറ്റ്, റൈറ്റ്? Did that robot happen other than ഒരു കോൺഫറൻസിൽ കൊണ്ട് വെക്കാന്നല്ലാണ്ട് didn't happen. But if you look deeply, there is a lot of things happen, right? ഇപ്പോൾ അക്കൗണ്ടിങ്ങിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ടാലി സംഭവിച്ചു, അതൊരു സോഫ്റ്റ്വെയർ ആണ് സംഭവിച്ചത്, അതൊരു റോബോട്ടാണ്, ലൈക്ക് ഓട്ടോമേഷനാണ് എൻഡ് ഓഫ് ദ ഡേ സംഭവിച്ചിട്ടുണ്ടാവുക. സോ സയൻസ് ഫിക്ഷനായിട്ട് നമ്മൾ വായിച്ചു വന്ന സാധനങ്ങളിൽ പകുതിയും അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലും ഇൻഡയറക്ട്ലി സംഭവിച്ചു. ഇപ്പം നമ്മുടെ നാട്ടിൽ ടാക്സി ഓടിക്കുന്ന മമ്മദക്കാടെയും ഊബറും വരുമ്പോഴത്തേനും അവിടെയാണ് ചേഞ്ച് വന്നത്, റൈറ്റ്? ഊബറിനെ അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ മമ്മദക്കാർക്ക് പിന്നെ നാളെ മുതൽ ഓടേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് നെവർ ഹാപ്പൻ ലൈക്ക് ഹൗ വി സീൻ ഓർ വിഷ്വലൈസ് ഓർ anything like that, but it happened in different ways. Now also it's gonna happen. Like ChatGPT is, my assumption is ChatGPT is not the scheme how we interact with AI. This is just a temporary stuff. Everything will get AI'd, but it won't be a chat window that we interact as of now. So it's basically നമ്മളിപ്പം കാണുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ബട്ട് മേ ബി 10 years a decade down the line അത് കുറേ കൂടെ ഹാർഡ്വെയർ എംബഡഡ് ആവും. ജ്യോതിഷം വേണ്ടി വരും. സോ ഫോർ യു സയൻസ് ഫിക്ഷൻ ആയിട്ട് തോന്നിയ എന്തെങ്കിലും ഇപ്പം റിയാലിറ്റി? ഈ പറഞ്ഞ പോലെ നമ്മളും ബാലരമ, പൂമ്പാറ്റ, ഇങ്ങനെ പല ബുക്കുകളൊക്കെ വായിച്ച് വളർന്ന ഒരു ബാല്യകാലമുള്ളതാണ്. അപ്പോൾ അതേപോലെ സംഭവിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ രണ്ടാമതായിട്ട് പറയാം. ആദ്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മളൊരു ബുക്ക് വായിക്കുന്നതന്നെ എടുക്കാം. ആ ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ലാതെ നമ്മൾ ആ ഫയല് നേരെ അല്ലെങ്കിൽ അത് സ്കാൻ ചെയ്ത് നേരെ AI കൊടുത്താൽ അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇങ്ങോട്ട് എടുത്തു തരുന്ന AI സിസ്റ്റംസ് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് അവൈലബിൾ ആണ്. അപ്പം നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അന്ന് നമ്മൾ ചിലപ്പോൾ ഒരു സങ്കല്പ ലോകത്തുള്ള കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ള. ഈവൻ മൂവീസ് ഷൂട്ട് ചെയ്യാതെ ഒരു മൂവി നമുക്ക് ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന. പക്ഷേ ഇതിന് ഒരു മറുവശം, ഞാൻ ഒരു ഓപ്പോസിറ്റ് സൈഡ് പറയാം. പലതും വിശ്വസിക്കാൻ പറ്റാത്തതാണ്.
അപ്പോൾ നമ്മൾ ബാലരമയിലും പൂമ്പാറ്റയിലും കണ്ട അതേപോലെയുള്ള ചില ഫാൻറ്റസികളൊക്കെ തന്നെയാണ് ചിലപ്പോൾ എ ഐ എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്ന നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ന്യൂസുകളും യഥാർത്ഥമല്ല, അല്ലെങ്കിൽ ഒരു 95% അതിന് നമ്മൾ ഫാക്റ്റ് ചെക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് കാണാൻ പറ്റും. അപ്പം ശരിക്ക് യഥാർത്ഥത്തിൽ ഇത് നടക്കുകയാണോ അതോ നമ്മളെ ബ്രെയിനിനെ ഇതാകെ മാറ്റി മറിക്കുകയാണോ, അങ്ങനെ എന്തോ ഒരു അജണ്ടയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ സങ്കല്പിച്ച ഒരു ലോകം നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ള യഥാർത്ഥം തോന്നുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയുണ്ടോ എന്നുള്ളതും സംശയമാണ്. അതാണ് പറഞ്ഞത്. നമ്മളൊരു ഹാലൂസിനേഷനിലാണ് നമ്മൾ തന്നെ എന്നുള്ളൊരു തോന്നൽ. നമ്മളെ മൊത്തത്തിൽ നമ്മളുടെ ടോട്ടൽ ആൾക്കാരൊക്കെ ഹാലൂസിനേറ്റ് ചെയ്യുന്ന എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നും തോന്നിക്കൂടെ? ഈ നറേറ്റീവ്സ് മുഴുവൻ സൃഷ്ടിക്കപ്പെടുകയാണെന്നുള്ളത് തോന്നിക്കൂടെ? ഒരു പവറിന് തോന്നുകയാണ് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറേ ന്യൂസ് വരുന്നുണ്ട്, എന്നാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേറെ നറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളത് അതും സംഭവിക്കുന്നുണ്ടല്ലോ. താങ്കൾക്ക് എന്താണ് ഒരു സയൻസ് ഫിക്ഷൻ ഇപ്പോൾ ഒരു റിയാലിറ്റി ആയി എന്ന് തോന്നുന്നു? ഇത് പിന്നെ ഷിയാബ് സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും എഐക്ക് മുമ്പ് എല്ലാ കാലത്തും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു ബ്രെയിനിനെ ചില തോന്നിപ്പിക്കലാണ്. ഇത് മുൻകാലഘട്ടങ്ങളിലും ഇപ്പം പിന്നെ ഓരോ ആളുകളും അവരെ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാനുവലി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇത് വന്നപ്പം എന്താണ് ഒന്നും കൂടി ഈസിയായി. ഇപ്പം ഇന്നിപ്പോൾ VR ഗ്ലാസ്സൊക്കെ ഉപയോഗിച്ച് എന്താണ് വർക്കൗട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ബോഡിക്ക് ആ ശരിക്കും എഫക്റ്റ് ഉണ്ടാവും. ത്രെഡ്മില്ലിൽ ഓടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതേപോലെ വിയർക്കും. ഇതൊക്കെ എന്ത് ചെയ്യും, ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഈ അടുത്തല്ലേ കുറച്ചായി ഞാനൊരു ഇത് കണ്ടിരുന്നു. പിന്നെ ഈ നമ്മുടെ സ്വിറ്റ്സർലൻഡിൽ പശുക്കൾക്ക് VR ഗ്ലാസ്. സാധാരണ ഈ A2 പശു ഉണ്ടല്ലോ, അതായത് മേഞ്ഞു നിന്ന പശു, മേഞ്ഞു നിന്ന പശുക്കൾക്ക് കൂടുതൽ നല്ല പാല് കിട്ടും. അതേപോലെ കെട്ടിയിട്ട് വളർത്തുന്ന പശുക്കൾക്ക് എന്താണ് അത്ര നല്ല പാലായിരിക്കില്ല, പാലിൻ്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പോൾ പശുക്കൾക്ക് എന്ത് ചെയ്തു, VR ഗ്ലാസ് വെച്ച് കൊടുത്തു. പിന്നെ അവരെ കെട്ടിയിട്ടാണ് തീറ്റിക്കുന്നത്. പക്ഷേ എന്താണ് അവർക്ക് ഫീലിംഗ് എന്താണ്, മേഞ്ഞു നിന്ന ഫീലിംഗ് ആണ്. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു, കൂടുതൽ പാല് കിട്ടി എന്നുള്ള സ്റ്റഡി. ഇത് ശരിക്കും സംഭവിക്കും. ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ന്യൂറോ സയൻസ് ആണ്, നമ്മുടെ ബ്രെയിൻ ബേസ്ഡ് ആണ് ഈ കാര്യങ്ങൾ. സോ ഷിയാബ്ജി, ഇപ്പം നമ്മളിപ്പം ഹൈ ലെവലിൽ ഫിക്ഷനിലൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ പിന്നെ ബിഗ് ടെക് കമ്പനീസ് കുറേ AI കുറേ ടെക്നോളജി ഡെവലപ്മെൻറ്റും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് വരുമ്പം, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പഞ്ചായത്തിൽ നമ്മൾ അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ ലോക്കൽ സർവീസസിന് AI വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ ഞാൻ മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ ശരിക്കും ചെറിയ ഇപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഞങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഒരു ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ നമ്മളായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തു. കാരണം നമ്മുടെ തന്നെ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ കുട്ടികളെ വെച്ചിട്ട് ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അതിൽ AI ഇംപ്ലിമെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്, മാനേജ്മെൻറ്റ് പ്രോസസ്സ്, അതേപോലെ തന്നെ ലീക്കേജ് ഓഫ് റവന്യൂ, എക്സ്പെൻസ്, അതാണ് എക്സ്പെൻസ് കുറക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വളരെ സബ്സ്റ്റാൻഷ്യലായിട്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ മെയിൻ്റനൻസിൻ്റെ കാര്യം എടുക്കാം. മെയിൻ്റനൻസ് ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു എമൗണ്ട് ഓരോ വർഷവും റവന്യൂന്ന് നഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇതിനൊരു സീസൺ ഉണ്ട്, ഇതിനൊരു ഫ്ലോ ഉണ്ട്, ഇതിനൊരു സൈക്കിൾ ഉണ്ട്. ഇത് നമ്മൾ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏത് സമയത്താണ് മെയിൻ്റനൻസ് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ ചെറിയ സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ SMEs അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെയൊക്കെ ശരിക്ക് ഈ ഒരു തരത്തിൽ നമുക്ക് ഡാറ്റ വെച്ച്, ഞാനത് ഒരു AI എന്ന് പറയണില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ AI പലപ്പോഴും കോസ്റ്റ്ലി അഫെയറാണ്. ഈ പറയുന്ന പോലെ വളരെ കോസ്റ്റ്ലി, അത് പറഞ്ഞു നേരത്തെ, കോസ്റ്റ്ലി അഫെയർ. അപ്പോൾ എത്രത്തോളം കോസ്റ്റ് അതിലേക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ള അറിയില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പ്രൈവസി കൺസേൺ ആണ്.
പ്രൈവസി നമുക്കിപ്പോൾ നമ്മൾ ഒരു ചാറ്റ് ജി പി ടിയിലോ ഗ്രോക്കിലോ കിമിയിലോ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ ഈ ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഡാറ്റ ആരുടെ കയ്യിലെത്തുക എന്നുള്ളത് നമുക്കറിയില്ല. മാത്രമല്ല ഏറ്റവും വലിയൊരു കൺസേൺ ഉള്ളത് ഇതിൻ്റെ പ്രൈവസി മാത്രമല്ല, നെക്സ്റ്റ് വരുന്ന വാറുകളെല്ലാം ഡാറ്റയിലും സൈബർ സെക്യൂരിറ്റിയിലും ഇത്തരത്തിലുള്ള ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചറിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈ തരത്തിൽ നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന AI-യിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ SMEs ആൻഡ് സ്റ്റാർട്ടപ്സ്, നമ്മുടെ ഡാറ്റ കറക്റ്റാക്കുക, ക്ലീൻ ഡാറ്റ. ഈ ക്ലീൻ ഡാറ്റ നമ്മൾ ലാസ്റ്റ് ഒരു 5 ഇയറിൻ്റെ ക്ലീൻ ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മളെ ഡിസിഷൻ മേക്കിംഗ് വളരെ എളുപ്പമായിട്ട് മാറും. അപ്പോൾ അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൽ ഞങ്ങളുടെ ഒരു സ്റ്റഡി ഇത് ഇൻറ്റേർണലി ഞങ്ങൾ സ്റ്റഡി ചെയ്തപ്പോൾ മാനേജ്മെൻറ്റ് ഡയറക്റ്റ് ഇരിക്കേണ്ട മീറ്റിങ്ങുകൾ ശരിക്ക് 40-45% കുറഞ്ഞു. നേരത്തെ 4 മീറ്റിംഗ് മന്ത്ലി ഇരിക്കണമെങ്കിൽ ഇപ്പോൾ 2 മീറ്റിംഗ് ഇരുന്നാൽ മതി. കാരണം ഡാറ്റ വെച്ചിട്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് പോസിബിൾ. ചെറിയ ലോക്കലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഓർഗനൈസേഷൻസിനും ഡാറ്റ ക്ലീൻ ആക്കിയാൽ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ബാക്കിയുള്ളത് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിലെ സെക്യൂരിറ്റി കൺസേണും കൂടി, ഞാൻ ഒരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനറിയില്ല, പക്ഷേ അതും കൂടി നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. I think thankfully we have a cyber security panel coming up next. Maybe അത് അവർ സംസാരിക്കും. So Abid, you mentioned ഒരു relevant point ആണ് ഇപ്പം subscription. So basically paid premium subscription is a one category. നമ്മളെല്ലാം അല്ലെങ്കിൽ majority of ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഫ്രീ മോഡലാണ്. So the first question is it ഒരു ഡിവൈഡ് ഉണ്ടാക്കുന്നുണ്ടോ? ഡിജിറ്റൽ ഡിവൈഡ് പോലെ തന്നെ നമ്മൾ ആ ഒരു കാറ്റഗറി ഡിവൈഡ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന്. പിന്നെ ഷിയാബ്ജി പറഞ്ഞു വെച്ച് പോയ നമ്മൾ AI എത്തിക്സിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. നമ്മൾ AI എത്തിക്സ് ഇപ്പോഴും കുറേ നമ്മൾ ഡെവലപ്പ് ചെയ്യാം എന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ അങ്ങനെ ഒരു പ്രോപ്പർ AI എത്തിക്സ് ഇല്ലാത്തപ്പം നമ്മുടെ സൊസൈറ്റിക്ക് അത് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് അങ്ങനെ ഒരു ഡിവൈഡ് ഉണ്ടോയെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഡിവൈഡ് ഉണ്ട്. വാട്ട് യു സീ, ഞാൻ ഫ്രീ സാധനങ്ങൾ കുറേ നാൾ ഉപയോഗിക്കാണ്ട് പിന്നെ ഉപയോഗിക്കുമ്പോഴാണ് എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് അഡിക്ഷൻ. ലൈക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് എല്ലാ ദിവസവും പുതിയ ടൂൾ ഉണ്ടാക്കിയില്ലെങ്കിൽ കൈ ചൊറിയുന്ന അവസ്ഥയാണ്. ഇത് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കമ്പനിയിൽ ഓൾമോസ്റ്റ് 5 ഡെവലപ്പേഴ്സിന് $1,000 സ്പെൻഡ് ചെയ്യുന്നത് ജസ്റ്റ് AI ടൂൾസിന്. They also get used to it, right? If price goes up, there is no other way we will be able to work. But this is a bet we take on future, right? With all the available data, like, idil cash ittal makes sense. Instead of hiring 5 more engineers, I will put that $1,000 on this. That's the math we did. And the AI ethics, the ethical issues related to AI. എനിക്കൊന്ന് AI എത്തിക്സ് ഭയങ്കര, ഞാൻ ഈ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ വായിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കാണിത്. ഒന്ന്, ആദ്യത്തെ ചോദ്യം ചോദിച്ചതും AI ലോകം റെഡിയാണോ? അല്ല. ദിസ് ഈസ് മോർ ഓർ ലെസ് ലൈക്ക് ആറ്റം ബോംബ്, റൈറ്റ്? ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് വെപ്പൺസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് UN സാങ്ഷൻസ് വേണം. അതുപോലത്തെ ഒരു പ്രശ്നം തന്നെയാണിത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നോ വൺ ട്രസ്റ്റ് എനിവൺ എനിമോർ. അവിടെയാണ് AI ഉണ്ടായത് തന്നെ. ഈ മോഡൽസ് ഒന്നും 2023 ജാനുവരിയിൽ പെട്ടെന്നുണ്ടായി വന്നതല്ല. അതിനൊരു ചാറ്റ് ഇൻ്റർഫേസ് ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പും AI ഉണ്ടായിരുന്നു. നമ്മൾ സെസ്റ്റ് മണിയിൽ AI കുറേ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ചാറ്റ് ഇൻ്റർഫേസ് ഉണ്ടാവുകയും നോ വൺ, ഇപ്പോൾ ചൈന ഡസൻ ട്രസ്റ്റ് US ടു സ്റ്റോപ്പ് ഡെവലപ്പിംഗ് ഓൺ AI, ഓർ US ഡസൻ ട്രസ്റ്റ് ചൈന ഓർ ഇന്ത്യ ടു ഡു ദ സെയിം, റൈറ്റ്? സോ ഇതാണ് AI. നമ്മൾ ഉപയോഗിക്കുന്ന AI ഇറ്റ്സ് ദ റിസൾട്ട് ഓഫ് പീപ്പിൾ, ഹ്യൂമൻ ബീങ്സ് നോട്ട് ട്രസ്റ്റിംഗ് ഈച്ച് അതർ. Actually, like, there is no other reason for. Economy is not ready, job market is not ready, ethics is not ready, everything is giving out random data. So this is ethics wise, it's foundationally built on human untrust than anything else. Then one of the things yesterday came out was, ഇപ്പോൾ AI ട്രെയിൻ ചെയ്തേക്കുന്നത്, ഇത് നിങ്ങളെല്ലാവരും തെറാപ്പിക്കൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചാറ്റ് GPT ഉപയോഗിച്ചത് തെറാപ്യൂട്ടിക് സാധനങ്ങൾക്ക് വേണ്ടിയാണ്. അതിലൊരു ഇൻസൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് റെഡിറ്റ് പോലെയുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഡേറ്റ ട്രെയിൻ ചെയ്തേക്കുന്നത്. അവിടെ എല്ലാവരും ഏറ്റവും റിലേഷൻഷിപ്പിൽ ഏറ്റവും കഷ്ടപ്പാടുള്ളപ്പോൾ വന്നിട്ടാണ് ഒരു ചോദ്യം ചോദിക്കുക.
അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് മറുപടി എല്ലാവരും കൊടുത്തേക്കുന്നത് ഡിവോഴ്സ് ചെയ്യുക, ബ്രേക്കപ്പ്, അല്ലെങ്കിൽ ആത്മഹത്യ, ഇതായിരിക്കും ഇതിൻ്റെ. അപ്പോൾ AI ട്രെയിൻ ചെയ്തേക്കുന്ന ഇതാണ്. അപ്പോൾ എനിവൺ ഈസ് ഗോയിങ് ആൻഡ് ആസ്കിങ് AI what should I do with my relationship, most likely it will answer based on what Reddit has as a data. So 60%, 70% they will tell you divorce or breakup. So this is an ethical problem, right? I think Anthropic is trying to solve it to an extent, but the foundational data itself is very unethical, and the foundation of how AI happened itself is very unethical. Yeah, that's true. എനിക്ക് തോന്നുന്നു കുറേ പേര് അവരുടെ ട്രോമാസ് ആണ് ഇപ്പം AI യോട് ഷെയർ ചെയ്യുന്നത്. A lot of traumas have been shared, and the kind of response they probably get is kind of biased. It's a very evident issue. Okay, so so basically the question is, ഇപ്പം നമ്മുടെ ഫിനാൻസ്, since you work in the fintech space, നമ്മളിപ്പം പണ്ടത്തെ ജനറേഷൻ, എസ്പെഷ്യലി മലയാളീസ്, വി ഹാഡ് എ ഡിഫറെൻറ്റ് വേ ഓഫ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറേ കൂടെ, എസ്പെഷ്യലി ദ ജെൻസീസ് ആർ മോർ ഇൻ ടു ദ ട്രേഡ് ആൻഡ് ദ ഓപ്ഷൻസ് ആൻഡ് ഓൾ. അത് പലപ്പോഴും അവർ AI ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് അഡ്വൈസസ് വെച്ചാണ് പോകുന്നുണ്ടാവുക. സോ ഹൗ സസ്റ്റൈനബിൾ ഇസ് ഇറ്റ്, ഓർ ഹൗ പ്രോബ്ലമാറ്റിക് ദാറ്റ് ട്രെൻഡ് ഇസ്? ഓക്കെ, ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റുകളിൽ AI എന്ന് പറയുന്നത്, AI നമുക്കത് ലേൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. AI ടൂൾസ് ഇപ്പോൾ ഒരുപാടുണ്ട്. അതും ഇപ്പം എന്നല്ല, എനിക്ക് തോന്നുന്ന ഒരു 10 വർഷമൊക്കെ ആയിട്ട് AI ടൂൾസ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ 2 സ്റ്റഡീസാണ് മെയിനായിട്ട് ഉണ്ടാവുക. ഒന്ന് ഫണ്ടമെൻ്റൽ അനാലിസിസ്, രണ്ടാമത്തെ ടെക്നിക്കൽ അനാലിസിസും. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് സ്റ്റോക്ക് ഓപ്ഷൻസ് ട്രേഡൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ചില കോഡിങ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ചില പ്രീ കോഡിങ് ചെയ്തിട്ടാണ് ഈ അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രേഡ് മീൻസ് കുറച്ച് സമയം എന്ത് ചെയ്യും, അത് സക്സസ് ആവും. അതെന്തായാലും സക്സസ് ആവും. കാരണം മാർക്കറ്റിൽ അറിയാത്ത ആൾക്കാർക്ക് പോലും മാർക്കറ്റ് 2 ഭാഗത്തേക്ക് പോകാണ്ടാവുള്ളൂ. അപ്പോൾ അറിയാതെ വെറുതെ കണ്ണടച്ച് ക്ലിക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, അത് പ്രോഫിറ്റബിൾ ആവും എന്ന് കരുതി നമ്മൾ AI-നെ ഇതുപോലെ ഈ കോഡിങ് സോഫ്റ്റ്വെയർസ് ഇല്ലെങ്കിൽ AI അതിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും ലോസേ ഉണ്ടാവുള്ളൂ. ഞാൻ 10-12 വർഷമായി ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇതുവരെ ഒരാളെയും ഞാൻ അത് വെച്ചിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അതേ മറിച്ച് നമുക്ക് മുമ്പൊക്കെ ഒരു മാർക്കറ്റ് സ്റ്റഡി ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് സമയം എടുക്കും, റിസർച്ച് ചെയ്ത് പോകണം. പക്ഷെ ഇന്ന് നമുക്ക് എന്താണ്, ഇപ്പം ഗ്രോക്കൊക്കെയാണ് ഒന്നുകൂടി നന്നായിട്ട് മുമ്പോട്ടുള്ളത്. നമ്മളതിൽ ഗ്രോക്കിലൊക്കെ നമ്മൾ ചില പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഏതൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു രീതിയാണ് നടക്കുക. സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ 99% നമ്മുടെ സൈക്കോളജി ഡിപ്പെൻഡ് ചെയ്ത്, ഇമോഷൻ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് നമ്മളതിൽ സക്സസ് തീരുമാനിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഷിയാബ് സാറ് ഫസ്റ്റ് പറഞ്ഞൊരു പോയിൻ്റാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അതിൻ്റെ ഒരു ചുരുക്കം, AI എന്താണ്, മണ്ടന്മാരെ കൂടുതൽ മണ്ടന്മാരാക്കുകയും ബുദ്ധിമാന്മാരെ കൂടുതൽ ബുദ്ധിമാനാക്കുകയും ചെയ്താൽ എനിക്ക് തോന്നുന്നത്. So it's been a pretty interesting discussion. എനിക്ക് തോന്നുന്നു നമുക്ക് കുറേ കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. കുറേ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകൾ നമ്മൾ ടച്ച് അപ്പോൺ ചെയ്തു പോയിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടൈംസ് അപ്പ്. സോ ഷുഡ് വി ടേക്ക് എനി ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഓഡിയൻസ്? എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ബിക്കോസ് ഇറ്റ്സ് എ വെരി അമേസിംഗ് പാനൽ ഹിയർ, ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വേണമെങ്കിൽ ചോദിക്കാം. ഓർ എൽസ് വി വിൽ ബി റാപ്പിംഗ്. എനി ക്വസ്റ്റ്യൻസ്? I think we are good. So thank you so much. We are moving on to the next session. So ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു 4 ഇപ്പോൾ 2 പാനലിസ്റ്റും 2-3 ആളുകളുടെ ടോപ്പിക്കിലും വന്നൊരു പോയിന്റ് ഇതായിരുന്നു, സ്മാർട്ടായ ആളുകൾ മോർ സ്മാർട്ടാവും, മണ്ടന്മാർ കൂടുതൽ മണ്ടന്മാരാവും. ശരിക്കും അപ്പോൾ ഈ ഒരു ഗ്യാപ്പിന്, അതൊരു ഹ്യൂജ് ഗ്യാപ്പാണ്, നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത വാളിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് എങ്ങനെയാണ് AI വെച്ചിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുക? അതിൽ ശരിക്ക് AI മാത്രം പോരാ, നമുക്ക് ഹ്യൂമൻ ബീയിങ്സിൻ്റെ കോമൺ സെൻസ് ഉണ്ടല്ലോ, ഈ കോമൺ സെൻസും കൂടി അപ്ലൈ ചെയ്യുമ്പോഴാണ് 50% കോമൺ സെൻസ് വേണം ശരിക്കും. അപ്പോഴാണ് AI ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ അതേപോലെ ചിന്തിക്കുന്ന, അതേപോലെ വർക്ക് ചെയ്യുന്ന AI ഒരു 2027-2030 വരും എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ഒരു എമോഷണൽ ആൻഡ് കോമൺ സെൻസും കൂടി ഉണ്ടെങ്കിലാണ് അത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് അഭിപ്രായം. AI മാത്രം വെച്ചിട്ട് വേൾഡ് തന്നെ അപ്പോൾ ഒരു ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമുണ്ട്. Teach everyone philosophy, history, and anthropology. Solution to all human problems. Tech is nothing, it's shit. It's nothing.
So that's it. Thank you. That was such an amazing panel. I believe എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നിങ്ങൾ നാലുപേരും സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ദ സെഷൻ വെരി ഇൻട്രസ്റ്റിംഗ്. സോ ഐ വുഡ് ലവ് ടു വെൽക്കം മിസ്റ്റർ ഷരീഫ് കോട്ടപ്പുറത്ത്, മാനേജിംഗ് പാർട്ണർ ഓഫ് മൗണ്ട് ജൂഡി വെഞ്ചേഴ്സ്, to hand over this small gift from our side to these 4 amazing speakers here. Welcome, sir. Let's give it up to Mr. Sharif Kottapuratha, Managing Partner of Mount Judy Ventures. Starting with Mr. Dhanaj KM. He was the moderator for the session and also the program manager in Kerala Startup Mission. And now welcoming Mr. Ibnu Jala, the founder and director of Infoversity. Ibnu Jala, please accept this award. This token of love from our side. Welcoming Shihab Mecheri, CEO of Aeronaut Knowledge City. നല്ലൊരു കൈയടി കൊടുക്കാം, because they truly deserve this for making this panel a very, very interesting one. And now we have Mr. Abid Abubakar, co-founder of Scoop AI, receiving a very small gift from Scale Up Gauntlet 2026.